മിനിറ്റ് ഈ മീൻ മാറ്റി വെക്കാം. ഇതിലോട്ട് നന്നായിട്ട് ഉപ്പൊക്കെ പിടിക്കട്ടെ. അതിനുള്ളിൽ നമുക്ക് ഇതിലുള്ള എല്ലാ ചേരുവകൾ ചേർത്തൊന്ന് നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. ഇപ്പോൾ ഇതിലെല്ലാ ചേരുവകൾ ചേർത്തിട്ടുണ്ട്. മുളകും മഞ്ഞൾപ്പൊടിയും മല്ലിയും വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക. എന്നിട്ട് നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. നമ്മുടെ മൺചട്ടിയിലാണ് ഇന്നത്തെ മീൻ മുളകിട്ടത് റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ മൺചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയിലാണ് ഞാൻ ഇന്ന് മീൻ മുളകിട്ടത് വെക്കാൻ പോകുന്നത്. ഇനി അതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരുമ്പോഴത്തേനും അതിലേക്ക് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് നല്ല ഫ്രഷ് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു വലിയ പച്ചമുളക് 2ആയി കീറിയിട്ട് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് അധികം എരിവില്ലാത്ത പച്ചമുളകാണ്. നിങ്ങൾക്ക് കൂടുതൽ എരിവ് ആവശ്യമുണ്ടെങ്കിൽ പച്ചമുളക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലൊന്ന് നല്ല വാടി വരുമ്പോഴത്തേനും നമുക്കിതിലോട്ട് ചെറുതായി അരിഞ്ഞ് വെച്ച് സവാള ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നമ്മുടെ സവാള ഒന്ന് വാടി വരുന്നത് വരെ നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കുക. അപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ലേശം ഇതിലേക്ക് കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കല്ലുപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സവാളൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ തക്കാളി ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നമ്മുടെ തക്കാളിയും സവാളയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വരണം. അതുവരെ നമുക്കൊന്ന് ഇതിനെ മൂടി വെച്ച് വേവിക്കാം. അങ്ങനെ നമ്മുടെ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. കണ്ട നല്ല മസാലയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നേരത്തെ മരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് കറിക്ക് ആവശ്യത്തിനുള്ള അരപ്പ് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ടെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാനിതിലേക്ക്